ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചിട്ട് ചെയ്യുന്നൊരു ദം ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പവുമാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് സവാള ഞാനിവിടെ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് നന്നായി വറുത്ത് കോരി എടുക്കാം. സവാള വറുത്ത് കോരുമ്പോൾ ഒരുപാടങ്ങ് പൊരിഞ്ഞ രീതിയിൽ എണ്ണയിൽ നിന്ന് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് കരിഞ്ഞ പോലെ തോന്നും. ഈ ഒരു പരുവത്തിൽ അത് വറുത്ത് കോരി എടുക്കുക. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെയും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മൊത്തത്തിലൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിത് തീയിൽ വെച്ചാൽ മതിയാകും. അതിനിടയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ചിക്കൻ ഇവിടെ പൂർണ്ണമായി വെന്ത് കഴിഞ്ഞ് നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അരി ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 കഷ്ണം പട്ട, 5 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിലേക്ക് കഴുകി വെച്ച അരി അതുകൂടി ചേർത്ത് കൊടുക്കാം. അരി കുതിർത്തൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ തന്നെ കഴുകി അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് ഒന്നും ഇളക്കി കൊടുക്കാം. എണ്ണ ചേർക്കുന്നത് കൊണ്ട് അരി ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ചോറ് വേവിക്കുന്നതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. നമ്മുടെ അരിയുടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. 80% വെന്താൽ മതിയാകും. ഒരുപാടങ്ങ് വെന്ത് പോയാൽ ദം ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ അങ്ങ് ഡ്രെയിൻ ചെയ്തെടുക്കാം. ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചിക്കൻ പൊരിച്ചു വെച്ചതിൻ്റെ എണ്ണ ബാലൻസ് ഉണ്ട്. അതിനെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം. അത് ഒന്നങ്ങ് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്ക് 1 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കാം. മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 സവാള കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ എണ്ണയുടെ അംശം അല്പം കുറവാണ്. ഞാനൊരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിയിലും ചിക്കനിലും എല്ലാം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് അനുസരിച്ചിട്ടുള്ള ബാക്കി ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കാവൂ. 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതിനെ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഇതെല്ലാം കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മൂടി വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് മൂടി വേവിക്കേണ്ടി വരും. തീ കുറച്ച് വെച്ച് വേണം ഇത് മൂടി വേവിച്ചെടുക്കാൻ. തക്കാളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. 1/4 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചോറിൻ്റെ അവസാനം ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല മതിയാവും.
ഇനി നമ്മൾ നന്നായി അങ്ങ് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി അത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ എല്ലായിടവും നല്ലതുപോലെ അരപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അതും എല്ലായിടും എത്തത്തക്ക രീതിയിൽ നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അത് കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇടുമ്പോൾ ചോറിൻ്റെ അവസാനം അത് കാണാനൊരു ഭംഗിയുണ്ടാവും, അതിനൊരു നല്ല മണവുമാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പുതിന മല്ലിയില അരിഞ്ഞതിന് ഇട്ട് കൊടുക്കാം. എല്ലായിടും എത്തത്തക്ക രീതിയിൽ തന്നെ നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു 8 മിനിറ്റോളം വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഇത് തുറന്ന് നോക്കി. നമ്മളുടെ അരപ്പെല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഞാനിവിടെ അരിയുടെ അളവെടുത്തിരിക്കുന്നത് 700 ഗ്രാം അരിയാണ്. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിയുടെ ചോറും ചിക്കൻ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ദം ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ എല്ലാ വശത്തും ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ലെയർ ബൈ ലെയറായിട്ട് ചോറും ചിക്കനും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫസ്റ്റ് ലെയറിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കളറിൻ്റെ ആവശ്യത്തിനായിട്ട് മഞ്ഞൾപ്പൊടിയും പാലും കൂടി കലക്കിയതാണ്. അതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ താല്പര്യമുള്ളവർക്ക് പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ചിക്കനും മസാലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയറും ഫില്ലായി. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായി ചോറ് വീണ്ടും ഇട്ട് കൊടുക്കാം. ചോറ് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയതിന് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമില്ലാത്തവർ ചേർക്കണം എന്നില്ല, ഒരു നിറം കിട്ടുന്നതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ബാലൻസ് ഉള്ള വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ലെയറായിട്ടിടുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് പക്ഷേ മറന്നുപോയി. ഒരു നാരങ്ങയുടെ നീര് അത് കുരുവില്ലാതെടുത്തതാണ്, അതിനെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ അതുകൂടി ഇതിൻ്റെ സൈഡുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. റോസ് വാട്ടർ ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഇനി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നമുക്കിതിനങ്ങ് കവർ ചെയ്തെടുക്കാം. വായു പുറത്ത് കടക്കാത്ത രീതിയിൽ തന്നെ ഇത് കവർ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിത് ഗ്യാസ് അടുപ്പിലാണ് ദം ചെയ്തെടുക്കുന്നത്. അതിനായി ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ ദോശക്കല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടപ്പ് മൂടിയോ എന്തെങ്കിലും മതിയാകും. അതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ദം ചെയ്യാനുള്ള ബിരിയാണി എടുത്ത് വെക്കേണ്ടത്. പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്കിതിനെ മൂടി വയ്ക്കാം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല മണവുമുണ്ട്. ഇനി ഇത് വിളമ്പുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ ചോറ് മസാല എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം വിളമ്പിയെടുക്കാൻ. എങ്കിലേ മസാല എല്ലായിടവും നന്നായിട്ട് എത്തുകയുള്ളൂ. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നൊരു ബിരിയാണിയാണ്. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്തു നോക്കണം. നമ്മുടെ വീടുകളിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.